Hi, hello guys, welcome back to my YouTube channel Dot from Universe. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നത്. സോ റീഡിംഗ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം. ഓക്കെ ദെൻ ഗായ്സ്, ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അതായത് യൂണിവേഴ്സ് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്. കുറച്ചല്ല, കുറേ അധികം ഏറെ ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്. ആ ബ്ലെസ്സിങ്സ് തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പ് വൈസ് ആയിക്കോട്ടെ, കൂടെ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ചീറ്റിംഗ് ആയിക്കോട്ടെ, ഫാമിലി വൈസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തൊക്കെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ലൈഫ് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെയൊക്കെ ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റെമഡി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഏഞ്ചൽസ് ഒരു എന്താ പറയുക, കുറച്ച് ബ്ലെസ്സിങ്സ് കൂടുതലായിട്ട് തരുന്ന ഒരു സിറ്റുവേഷനാണ് ഞാനിവിടെ കൂടുതൽ കാണുന്നത്. സോ നിങ്ങൾ ആ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ മേടിക്കാനായിട്ട് തയ്യാറായിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുന്നതിന് മുന്നേ, നിങ്ങൾ നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഓഫ് ഓൾ കൺഫർമേഷൻ പോലെയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കൊരു ലെസൺ അല്ലെങ്കിൽ ഒന്നിലേറെ പാഠങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആ പാഠങ്ങളിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കാം. സോ വാട്ട് എവർ എന്ത് തന്നെയാണെങ്കിലും, എന്ത് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇവിടെ പറയുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് വളരെയധികം കെയർഫുള്ളായിരിക്കുക. മീൻസ് പലതരത്തിലുള്ള മാനിപ്പുലേഷൻ ഉണ്ടാകാം, അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട, ചുറ്റുമുള്ള ആൾക്കാർ മേ ബി കൂടെ നിൽക്കുന്നവർ തന്നെ നിങ്ങളെ വല്ലാണ്ട് ഒറ്റപ്പെടുത്തുന്ന അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ മേ ബി നിങ്ങൾക്ക് ഇനി ഫേസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്നത് എന്താണോ അതുപോലെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തരുന്നത് നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടും ഭാവിയിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് മേടിക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആവാനും ഒരു വിൽ പവർ ഉണ്ടാകാനും വേണ്ടിയിട്ട് ഏഞ്ചൽസ് ഇങ്ങനെയുള്ള ലെസൺസ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എല്ലാ കാര്യം കെയർ ആയിരിക്കുക. നിങ്ങളെ സംബന്ധിച്ച് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് ലെസൺസ് ഒക്കെ ഓൾറെഡി കിട്ടിയതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യവും മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം റിലീസ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറേ പേർക്ക് വരുന്നതാര്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ തീർക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ അതിലൊക്കെ കെയർ ആയിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷൻ ഒരിക്കലും നിങ്ങൾ അതിനെ അവഗണിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് ഏറ്റുവാങ്ങിയിട്ട് മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഓൾറെഡി നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളായിട്ട് തന്നെ കുറേ കാര്യത്തിൽ നിന്ന് ഇറങ്ങിയതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അവിടെ അത്രത്തോളം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങളെ ചതിക്കുഴിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു കൂടെ നിന്നിട്ട്. നിങ്ങളുടെ അടുത്തുനിന്ന് വിട്ടുപോകാനായിട്ട് ഒരു കാര്യമില്ലാതെ നിങ്ങൾ അത്രത്തോളം മോശമായിട്ട് ചിത്രീകരിച്ച് നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു സ്റ്റേജിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എത്തി വന്ന് നിൽക്കാൻ കഴിഞ്ഞത് അത് നിങ്ങളുടെ ഒരു വലിയ എഫേർട്ട് തന്നെയാണ്. അതിൽ നിങ്ങളിപ്പോൾ എത്ര പ്രശംസിച്ചാലും അവിടെ മതിയാവത്തില്ല. സോ അത് ഞാനിവിടെ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിലും വലിയ കാര്യങ്ങൾ നിങ്ങളവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് നല്ലപോലെ ഫേസ് ചെയ്ത് വരാൻ നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ, ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള മാനസിക സംഘർഷവും എന്തെന്ന് അറിയാത്ത ഒരു വിഷമവും എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ വേറൊരു കാര്യം, ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചുറ്റും ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങൾക്കൊരിക്കലും ഒരു ചതിക്കുഴി അവിടെ വന്നിരുന്നാൽ പോലും നിങ്ങളതിൽ പെട്ടു പോകത്തില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഡിവൈൻ അവിടെ ഉള്ളതാണ്. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് ദൈവങ്ങൾ പോലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് അവിടെ ഡിവൈൻ സപ്പോർട്ട് ഭയങ്കരമായിട്ടുള്ളതാണ്. സോ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വിഷമിക്കുകയോ ഞാൻ ഇനിയും പെട്ടുപോകുമോ, എനിക്ക് ഇനിയും സങ്കടപ്പെടേണ്ടി വരുമോ
എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണി തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പണി തരണം എന്നുള്ള ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് കിട്ടുന്നതാണ്. നിങ്ങളായിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് കൂടുതൽ പറയുന്നത്. നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ ലൈഫിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ പിന്നെ ഒരു വിഷമം ലൂപ്പ് അറിഞ്ഞു വെച്ചുകൊണ്ടൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാനൊന്നും പോകരുത് എന്നാണ് ഇതിലെടുത്ത് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു സൈക്കിൾ കഴിഞ്ഞില്ലേ പിന്നെ നെക്സ്റ്റിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത്, എനിക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളിന് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്നൊരു 50 കോടി തന്നു. ഓക്കെ, 50 അല്ലെങ്കിൽ 500 കോടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? പെട്ടെന്ന് ഇത്രയും കാശ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ സ്റ്റക്കായി പോകും. ഇത്രയും കാശിന് എന്ത് ചെയ്യും? അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത്ര കടമുണ്ട്, കടം തീർത്തു, വീട് വെച്ചെങ്കിലും ബാക്കി കാശുണ്ടല്ലോ, ഇത് എന്താ ചെയ്യുക? ടെൻഷൻ. കയ്യിൽ കാശൊന്നും ഇല്ലാതിരുത് മിഡിൽ ക്ലാസ് എന്നുള്ള ഇതിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത്രയും കാശ് വരുമ്പം അത് വീട്ടിൽ കീപ്പ് ചെയ്താൽ പോലും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പേടികൾ ഉണ്ടാവുമല്ലേ? ഓക്കെ, സോ അത് നമുക്ക് പറ്റത്തില്ല. പക്ഷേ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിച്ച് പല ആൾക്കാരുമായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ അതിലൊക്കെ മുന്നേറി വന്ന് ഇങ്ങനെയുള്ള ബ്ലെസ്സിങ്സ് കുറേയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് എങ്ങനെ കീപ്പ് ചെയ്യണം, എന്ത് ചെയ്യണം, ഇത് നെക്സ്റ്റ്. അതായത് ഞാനിപ്പോൾ കാശിൻ്റെ കാര്യം എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വലിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യാനുള്ള ഒരിത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ ഭയങ്കര സംഘർഷമാവുന്ന ഒരു സംഭവം കാണും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ പ്രശ്നമൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വന്നിരുന്നെങ്കിൽ നിങ്ങൾ അപ്പോഴും ആലോചിക്കും, അത്രയും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ, ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ലൈഫിൽ വന്നെങ്കിൽ ഞാൻ പൊട്ടുപോലെ ഡീൽ ചെയ്ത് തന്നെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് കൂടുതൽ. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എല്ലാം വിട്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പോവാം. നിങ്ങൾക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാം, നെഗറ്റീവ് അടിക്കാം, പ്രശ്നങ്ങളില്ല. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് പിന്നെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. സോ നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് യൂണിവേഴ്സലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റിങ് തരുകയോ യൂണിവേഴ്സലായിട്ട് എന്തെങ്കിലും സ്ട്രഗിളിങ്ങോ പ്രശ്നങ്ങളോ കൊണ്ട് തന്നിട്ട് നിങ്ങളത് ഫേസ് ചെയ്ത് ആ സ്ട്രഗിൾ അനുഭവിച്ച് മുന്നേറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഡിവൈൻ സപ്പോർട്ടായാലും ഫിനാൻഷ്യലായിട്ടുള്ള അബണ്ടൻസ് ആയാലും ലൈഫായാലും അതെന്ന് പറയുന്ന എക്സ്ട്രീമാണ്. സോ അത്രത്തോളം ഹാപ്പിനെസ്, അത്രത്തോളം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ട്രഗിളും ഫേസിങ് പീരീഡും ഒക്കെ നിങ്ങൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതങ്ങനെയാണ്, അത് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതല്ല വൺസ് എനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെ പോവുള്ളൂ, എനിക്കിങ്ങനെ സങ്കടപ്പെടാനാണ് എൻ്റെ യോഗം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് വിഷമിച്ച് ഒറ്റയ്ക്ക് അവിടെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് പോകുന്നത്? വലിയ പ്രശ്നമില്ലാത്ത കാശ് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്നു. ആ ഒരു സൈക്കിൾ തന്നെ നാളെ ഒരു സമയത്ത് മാരേജ് ആവാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾ കല്യാണം കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നോക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുക, പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഒരു സൈക്കിളിൽ തന്നെ നിങ്ങളുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഡീൽ ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ഒരു പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല. സോ വൺസ് ഒരുപാട് ബ്ലെസ്സിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് പുതിയതായിട്ടുള്ള സ്റ്റേജിലേക്ക് കയറാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു കൺഫർമേഷൻ മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്കാണെങ്കിൽ പോലും അത് റിലേറ്റ് ആകുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. മുന്നോട്ട് പോകുമ്പോഴാണെങ്കിൽ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടും. ആ ഒരു കിട്ടുന്ന ഇൻറ്റ്യൂഷൻ നിങ്ങൾ അവഗണിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചും കണ്ടും ഒക്കെ പോകുക. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിഷമിക്കേണ്ടി വരത്തില്ല. പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ആയിക്കോട്ടെ, ഇൻറ്റ്യൂഷൻ ആയിക്കോട്ടെ, അത് അവഗണിക്കാതെ നിങ്ങൾ ലൈഫിലേക്ക് മുന്നോട്ട് ഓരോ സ്റ്റേജും ഫേസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വിഷമം വരുന്നത്. മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് അറിയാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. സോ അത് കണ്ടു പറഞ്ഞ് ഡീൽ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് തെറ്റില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യാം. മുന്നോട്ട് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക്, നമ്മൾ ഈ 2026 ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട് ഒരുപാട് ലൈഫിലേക്ക്. സോ അങ്ങനെയുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഏഞ്ചൽ മെസ്സേജ് ഉണ്ടോ നോക്കാം. ഫർദർ മോർ എന്താണ് ഏഞ്ചൽസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഭയങ്കര നെഗറ്റിവിറ്റി ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നെഗറ്റിവിറ്റിയൊക്കെ ഒന്ന് മാറ്റുക എന്നാണ് കൂടുതൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് തരുന്നു അതിനെ ഏറ്റെടുക്കുക. കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള കാര്യങ്ങളങ്ങ് ഡീൽ ചെയ്യുക. എത്ര ദിവസം നമുക്ക് പേടിച്ച് മാറി നിൽക്കാൻ പറ്റുക, എനിക്ക് ഈ കാര്യം പറ്റത്തില്ല, എനിക്കിതൊന്നും പറ്റത്തില്ല. ഇവിടെയും പറയുന്നുണ്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ലിസൺ ചെയ്യാമെന്ന് തന്നെയാണ് പിന്നെയും പറയുന്നത്. സോ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഇൻറ്റ്യൂഷനെ നിങ്ങൾ ലിസൺ ചെയ്യുക, മുന്നോട്ട് പോകുക. എന്ത് കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ അതിൽ നിന്ന്
നല്ലത് മാത്രം എടുക്കുക, നല്ലത് മാത്രമാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പോവുക. ഇനിയും ലൈഫിലൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കൊരു കാര്യത്തിൽ ഡൗട്ടുണ്ട് എന്തിലെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ, അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കാര്യം കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം ഇറങ്ങുക, അല്ലാതെ എല്ലാ കാര്യം എടുത്തു ചാടി റഷായിട്ട് ഇറങ്ങരുത് എന്നും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.